ഇനി നമ്മൾ കാണിക്കാൻ പോണത് ഈ ഒരു ഗൗണിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറുള്ള ക്ലോത്താണ്. അതിൽ 7 മീറ്റർ പ്ലെയിൻ നെറ്റും 4 മീറ്റർ ലൈനിങ്ങും ആണ് വരുന്നത്. ഇതിൻ്റെ മെഷർമെൻ്റൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു സ്മോൾ സൈസൊക്കെ വിയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഞാൻ ലൈനിങ്ങിലാണ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്താറ്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു ലൈനോ വരക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴേക്കാണ് ഞാൻ മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ഭാഗമാണ് വരുന്നത്, മറ്റടുത്ത് ക്ലോസിങ് ഭാഗം. ഓക്കെ, ഇത് 4ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഷോൾഡറാണ് അടയാളപ്പെടുത്തുള്ളത്. ഷോൾഡർ നമ്മൾ 7.5 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. ആം ഹോള് 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റൊക്കെ ഞാൻ ഇതിൽ മുകളിൽ എഴുതി കാണിക്കാം കേട്ടോ. ജസ്റ്റ് ഒരു 36 വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ 7.5 ഇഞ്ചൊക്കെ ആം ഹോൾ എടുത്താൽ മതിയാവും. ഇത് ഒരു 32, 34 വരുള്ളൂ ജസ്റ്റ്. അതാണ് ഞാൻ 7 ഇഞ്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആം ഹോൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ചെസ്റ്റാണ് അടയാളപ്പെടുത്താൻ പോണത്. അതിൽ 10 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ സീം അലവൻസ് ഒക്കെ കൂട്ടിയിട്ടാണ് 10 ഇഞ്ച് എടുക്കുന്നത് കേട്ടോ. ഇനി നെക്ക് വൈഡ് നമ്മൾ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ലെങ്ത്ത് 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ മെഷർമെൻറ്റ് എടുക്കൽ എനിക്ക് കസ്റ്റമർ നമ്മൾ ഡയറക്റ്റ് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത് തരും. ഞാൻ അങ്ങനെയാണ് പറയാറ്. അവർ ഡയറക്റ്റ് ബോഡിയിൽ നിന്ന് എടുത്ത് തരാറാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവർക്ക് ഒരുപാട് ലൂസായി പോകാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കസ്റ്റമറോട് സാധാരണ പറയാറ് ബോഡിയിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് തരാൻ വേണം. ഇനി ഇതിൻ്റെ ആം ഹോളും നെക്കൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. നെക്ക് നമ്മൾ ഫ്രണ്ട് നെക്കാണ് കേട്ടോ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ബാക്ക് ഞാൻ അടയാളപ്പെടുത്തിയിട്ടില്ല. ഇനി ഇതിൽ ഷോൾഡറൊന്നും ചെറുതായിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കേണ്ടത് ചിരിച്ചിട്ട് അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബോഡി പാർട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 14 ഇഞ്ചാണ്. നിങ്ങൾക്ക് 15 വരെ എടുക്കാറുണ്ട് സാധാരണ. ഇത് സ്മോൾ സൈസ് ആയതുകൊണ്ടാണ് ഞാൻ 14 ഇഞ്ച് എടുത്തിട്ടുള്ളത്. സീമും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ 14 എടുത്തിട്ടുള്ളത് കേട്ടോ. 15 വരെ എടുക്കാറുണ്ട് സാധാരണ. അതിലും കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ഒരു ബോറായിട്ട് തോന്നും. വേസ്റ്റ് വരുന്നത് 9 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ 14 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് കണ്ട് വേസ്റ്റും അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് ആയിട്ട് ഇങ്ങനെ ചെറിയൊരു അവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് ചെറിയൊരു വര വരച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു സൈഡിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് സീം അലവൻസ് ആയിട്ട് ഇത്രയാണ് വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് ഒരു വര വരച്ചതാണ്. തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഈ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളനുസരിച്ചിട്ട് മെഷർമെൻറ്റൊക്കെ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്ക് നമ്മൾ ബാക്ക് നെക്കാണ് ഇപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യണത്. ഒരു 2.5 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ലെങ്ത്തിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പാർട്ട് മാറ്റിയിട്ട് ഫ്രണ്ടിലത്തെ നെക്ക് മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പ്ലെയിൻ നെറ്റ് കട്ട് ചെയ്യാം. ഞാനിതിൽ 2 ഫോൾഡ് ആയിട്ട് പ്ലെയിൻ നെറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു റഫായിട്ട് നമ്മൾ നെറ്റ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിതിൽ 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട് പ്ലെയിൻ നെറ്റ്. ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും ഉള്ളതായിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിന് കട്ട് ചെയ്യാം. ഇതേപോലെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇവിടെ ഓപ്പണിംഗ് ഭാഗവും ഇവിടെ ക്ലോസിംഗ് ഭാഗമാണ് വരുന്നത്. ഇനി നമുക്ക് മുന്നേ കട്ട് ചെയ്ത യോക്ക് പോർഷൻ ഇല്ലേ, അതിൽ ഞാൻ സ്ലീവ് സാധാരണ ഇങ്ങനെയാണ് കട്ട് ചെയ്യാറ്. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. നിങ്ങളെങ്ങനെയാണോ സാധാരണ സ്ലീവ് കട്ട് പല മെത്തേഡും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കുന്നത് ആ ഒരു മെത്തേഡിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ടെടുക്കുക. പിന്നെ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 19 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ വരെ നമുക്ക് ലൈനിങ് വരുള്ളൂ. അതിൻ്റെ താഴത്തേക്ക് നെറ്റാണ് വരുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇതിലാണോ ആ ഒരു ലൈനിങ് വരേണ്ടത് അതിനനുസരിച്ച് മെഷർമെൻറ്റ് എടുക്കുക കേട്ടോ. പിന്നെ സ്ലീവിൻ്റെ ആ റൗണ്ട് ഭാഗം അവിടെ വരുന്നത് ഞാൻ 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും പറയുമ്പോൾ തന്നെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് എടുക്കുക. ഞാനിതൊരു സ്മോൾ സൈസിനുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ജോയിൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ സ്ലീവിനുള്ള നെറ്റ് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിന് ഞാൻ ഫസ്റ്റ് ഇതേപോലെ 2 ഫോൾഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് പ്ലെയിൻ നെറ്റ്. എന്നിട്ട് ഞാനത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്താണ് ക്ലോസിങ് ഭാഗം വരുന്നത്, മറ്റൊടത്ത് ഓപ്പണിങ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ആ ലൈനിങ് വെച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗമാണ് നമുക്ക് പ്ലീറ്റ് ഇടാനുള്ളത് വരുന്നത്. നമുക്ക് ഇതിൽ എത്ര നമുക്ക് കൂടുതൽ, ഇപ്പോൾ ഞാൻ 12 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ കൂടുതൽ പ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അത് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ പ്ലെയിൻ നെറ്റ് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്, അത് മറക്കരുത്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് എത്രയെന്ന് വെച്ചാൽ 23 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 23 ഇഞ്ചൊക്കെ എല്ലാവർക്കും മതിയാവും. ഇനി ഏത് സൈസാണെന്നുണ്ടെങ്കിലും 23ഒക്കെ ഓക്കെയാണ്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട, ആ ഷേപ്പ് അവിടെ വരണേ, ലാസ്റ്റിക്ക് വരുമ്പോൾ ആ ഷേപ്പ് അവിടെ വരണം. ഈ ഓപ്പണിംഗ് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയും നമ്മളെ ലൈനിങ്ങിൻ്റെയും സെൻറ്ററിൽ കട്ടിട്ട് കൊടുക്കണം, എന്നല്ല നമുക്ക് ഇതിൻ്റെ സെൻറ്ററായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഒന്ന് നിർത്തി കൊടുക്കാം. ഇതിൽ നമുക്ക് ഒരു ഭാഗം കൂടെ അടയാളപ്പെടുത്താനുണ്ട്. ഇത് ഫുള്ളായിട്ടൊന്ന് നിർത്തി വെച്ചിട്ട് ഇതിൻ്റെ താഴെ ഭാഗമില്ലേ, നമ്മൾ സ്ലീവിൻ്റെ താഴെ വരുന്ന ഭാഗമാണ് ഈ ഒരു വരുന്നത്. ഇതിൽ എലാസ്റ്റിക് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് താഴേക്ക് പ്ലെയിൻ നെറ്റായിട്ട് വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അത് ഞാൻ 4.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ സ്ലീവിൻ്റെ പ്ലെയിൻ നെറ്റിൽ താഴെ മൊത്തം 4.5 ഇഞ്ചിൽ നമുക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് വരിക, ഇത്ര ലൈനിങ് വരുള്ളൂ. ഇതിൻ്റെ താഴത്തേക്ക് പ്ലെയിൻ ആയിട്ടാണ് വരിക. അപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട് 4.5 ഇഞ്ചിൽ. ഇനി അലാസ്റ്റിക് വരുന്നത് 8 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ സ്ലീവ് റൗണ്ടിനെക്കാട്ടിയും ഒരു 1-2 ഇഞ്ച് കുറവിൽ എടുക്കുന്നതാവും നല്ലത്. ഇത് ഞാൻ കസ്റ്റമറിന് കൊടുക്കാനുള്ളതായതുകൊണ്ടാണ് കുറച്ച് കൂട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അവർക്ക് ടൈറ്റാക്കാനോ ലൂസാക്കാനോ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ സ്ലീവ് റൗണ്ടിനെക്കാട്ടിയും ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ആയിട്ട് കുറവിലെടുത്താൽ മതി. ഇനി ബാക്കി വരുന്ന പ്ലെയിൻ നെറ്റ് മൊത്തം നമ്മൾ സ്കേർട്ടിന് എടുത്തിട്ടുണ്ട്. 43.5 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫുൾ ലെങ്ത്ത് ഒരു 56 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരാൾക്കുള്ളതാണ് കേട്ടോ ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ 56 ഉള്ളൂന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് എടുത്താൽ മതി. ലൈനിങ്ങും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത്രയാണ് ലൈനിങ്ങും നമ്മൾ എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് മാത്രം നോക്കിയാൽ മതി. വിടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് എടുക്കാം. നിങ്ങൾക്ക് എത്ര പ്ലീറ്റ് വേണോ അതിനനുസരിച്ച് വിടുത്ത് എടുക്കാം. ഇനി ഇതിൽ വേസ്റ്റ് ബാൻഡ് വരുന്നുണ്ട്. ഇത് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. ഫോൾഡ് ചെയ്യുമ്പോൾ 25 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 50 ഇഞ്ച് ഉണ്ടാവും. അതിൻ്റെ വിടുത്ത് വരുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. ഇതിന് നമ്മൾ ഇനി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഈ 4 വരുന്നത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ കട്ടിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇനി സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി.